ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലെ ആദ്യ സൈനിങ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ പുറത്തു വിട്ടിരുന്നു. 19 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഡിയഗോ സിവലോവിച്ചിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു, പക്ഷേ അത് ഫലം കാണാതെ പോയി. അങ്ങനെയാണ് ഡുസാൻ ലഗാറ്റോറിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുൻപ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മോണ്ടനഗ്രൻ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അന്ന് ഫലം കണ്ടിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് ഫലം കണ്ടു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഹംഗേറിയൻ ക്ലബ്ബായ ഡെബ്രസീനി വിഎസിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. അവർക്ക് ഒരു ട്രാൻസ്ഫർ തുക നൽകിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഡുസാൻ ലഗാറ്റോർ അവസാനമായി കളിച്ച മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഡെബ്രസീനി VSC അവസാനത്തെ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് എതിരാളികളോട് പരാജയപ്പെട്ടത്. ആ മത്സരത്തിൽ ലഗാറ്റോർ ഒരു റെഡ് കാർഡ് വഴങ്ങിയിരുന്നു. 2 യെല്ലോ കാർഡുകൾ വഴങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോവേണ്ടി വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഹംഗേറിയൻ ലീഗിൽ ആകെ 16 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്നും അക്യുറേറ്റ് പാസ് പെർ ഗെയിം വരുന്നത് 37 ആണ്. അതുപോലെ തന്നെ അക്യുറേറ്റ് ലോങ് ബോൾസ് പെർ ഗെയിം വരുന്നത് 3.7 ആണ്. അക്യുറേറ്റ് ചിപ്പ്ഡ് പാസസ് പെർ ഗെയിം വരുന്നത് 1.8 ആണ്. ഇനി ഇന്റർസെപ്ഷനുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 16 മത്സരങ്ങളിൽ നിന്ന് 42 ഇന്റർസെപ്ഷനുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 29 ടാക്കിളുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 62 തവണ ബോൾ റിക്കവർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 58 ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. റെഡ് കാർഡുകൾ 2 തവണ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 16 മത്സരങ്ങളിൽ നിന്ന് 2 റെഡ് കാർഡുകൾ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട് എന്നത് ഒരൽപ്പം ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഏതായാലും ഈ താരം വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെയും അതുപോലെ തന്നെ മധ്യനിരയിലെയും പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.